നമസ്കാരം. നമ്മുടെ പിണറായി വിജയൻ്റെ വീടുകളിൽ ED റെയ്ഡുകൾ നടക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ മറന്നതോ അല്ലെങ്കിൽ മനഃപൂർവ്വം മറച്ചു പിടിക്കുന്നതോ ആയൊരു വാർത്ത പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഉദ്ദേശം. മറ്റൊന്നുമല്ല, SIR സംബന്ധിച്ചുള്ള വിധിയാണ്. SIR സംബന്ധിച്ച് വിവാദങ്ങൾ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തും ജസ്റ്റിസ് ജോയ് മാല്യ ബാഗ്ചിയും അടങ്ങുന്ന ഒരു ബെഞ്ച് SIRൻ്റെ സാധുതയെക്കുറിച്ച് ഒരു വിധി പുറപ്പെടുവിപ്പിച്ചു. കാരണം വിധിയുടെ ഒരു രത്നച്ചുരുക്കം ആദ്യം പറയാം, അത് കഴിഞ്ഞ് നമുക്ക് ഇതുമായിട്ടുള്ള വിവാദങ്ങളുടെ ഒരു പശ്ചാത്തലം ഒന്ന് ഹ്രസ്വമായി പരിശോധിക്കാം. വിധിയുടെ ഒരു ഹ്രസ്വമായ രത്നച്ചുരുക്കം എന്നാൽ, തിരഞ്ഞെടുപ്പ് കമ്മീഷന് കാലാകാലത്ത് തിരഞ്ഞെടുപ്പ് പ്രക്രിയ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വോട്ടർ പട്ടിക പുനഃപരിശോധിക്കുവാനും അത് പുനർക്രമീകരിക്കുവാനുമുള്ള അധികാരം ഭരണഘടനാപരമായി തന്നെ നിലവിലുണ്ട്. 1950 ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 16 പ്രകാരം തിരഞ്ഞെടുപ്പ് കമ്മീഷന് ആ അധികാരം ഉണ്ട് എന്നുള്ള വിധിയാണ്. വളരെ സുപ്രധാനമായൊരു വിധിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ എന്ന ബെഞ്ചാണിത് പുറപ്പെടുവിപ്പിച്ചിട്ടുള്ളൂ എന്നുള്ളതും പ്രാധാന്യം അർഹിക്കുന്നൊരു വിവരമാണ്. ഇതിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് SIR സംബന്ധിച്ച്, SIR പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിനു വേണ്ടിയിട്ടുള്ള പ്രക്രിയകൾ എവിടെയൊക്കെ നടക്കുന്നോ അതിനെതിരെ എല്ലാം രാഹുൽ ഗാന്ധി, നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി സ്വരമുയർത്തിയിരുന്നു. ഇത് കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ട് ഇലക്ഷൻ അട്ടിമറിക്കുവാൻ, വോട്ട് ചോരി, ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ മൊത്തമായി അട്ടിമറിക്കുവാനും പലരുടെയും വോട്ടവകാശം ഇല്ലാതാക്കുവാനും ഉള്ള ആസൂത്രിതമായൊരു ശ്രമമാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് നടപ്പാക്കുകയാണ് എന്നുള്ള ആരോപണങ്ങൾ തുടരെ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരുന്നു. പക്ഷേ 2 സംസ്ഥാനങ്ങളിൽ ഈ ആരോപണങ്ങൾ അതിശക്തമായി ഉയർത്തപ്പെടുകയും രാഹുൽ ഗാന്ധി പറഞ്ഞതിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോവുകയും അതിലൊരു സംസ്ഥാനം സുപ്രീം കോടതി വരെ എത്തുകയും ചെയ്തു. അത് ഏത് സംസ്ഥാനമാണെന്ന് പ്രേക്ഷകർക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായി കാണും. പശ്ചിമ ബംഗാൾ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലായിരുന്നു. പക്ഷേ അതിലും അപകടകരമായൊരു രീതിയിൽ താഴെത്തട്ടിൽ വളരെ നിശബ്ദമായൊരു പ്രചരണം ഈ SIRനെതിരെ, ഇസ്ലാമികർക്കെതിരാണിത്, മുസ്ലിങ്ങളുടെ വോട്ടുകൾ ഇല്ലാതാക്കാനാണ് ഈ ഒരു പ്രക്രിയ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നത്, നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒരു ഗൂഢാലോചനയ്ക്ക് ജ്ഞാനേഷ് കുമാർ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ കൂട്ടുനിൽക്കുകയാണ് എന്നുള്ളൊരു നിശബ്ദ പ്രചരണം നടത്തി ഏതാണ്ട് വിജയിച്ചു എന്ന് തന്നെ. അതായത് ആളുകളുടെ ഇടയിൽ അത്തരത്തിലൊരു തെറ്റിദ്ധാരണ പൂർണ്ണമായും പരത്തുന്നതിൽ വിജയിച്ചു എന്ന് തന്നെ പറയാവുന്നൊരു സംസ്ഥാനമാണ് തമിഴ്നാട്. കേരളത്തിൽ ഇതിനെതിരെ മുറുമുറുപ്പുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അത്രയധികം ഇതിന് SIR പ്രക്രിയയ്ക്കെതിരെയുള്ളൊരു പ്രചരണം ശക്തമായിരുന്നില്ല. തന്നെയുമല്ല, പല രാഷ്ട്രീയ കക്ഷികളുടെയും പ്രമുഖ നേതാക്കൾ, കോൺഗ്രസിൻ്റെ ആയാലും കമ്മ്യൂണിസ്റ്റിലെ ആയാലും, BJP നേരത്തെ അനുകൂലമാണ് ഈ ഒരു പ്രക്രിയയ്ക്ക്, അവർ പലപ്പോഴും ഇതിനെ അനുകൂലിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ കേരള ഘടകം പലരും അതിനെ അനുകൂലിച്ച് സംസാരിച്ചിട്ടുണ്ട്. തമിഴ്നാടും പശ്ചിമ ബംഗാളിലും ഈ ഒരു പ്രചരണം നടത്തി. മമതാ ബാനർജി ആ ഒരു പ്രചരണത്തിൽ പൂർണ്ണമായും പരാജയപ്പെട്ടു. തമിഴ്നാട്ടിലെന്ന് ഞാൻ പറയുമ്പോൾ ആരാണ് ഈ പ്രചരണം നടത്തിയത് എന്നൊന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. അടിസ്ഥാനപരമായിട്ട് ഇതിൻ്റെ പ്രചരണത്തിൻ്റെ ചുക്കാൻ പിടിച്ചു എന്ന് പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നുന്നത് DMK ആയിരുന്നു. പക്ഷേ അതിനും അപ്പുറത്തേക്ക് തമിഴക വെട്രിക്കഴകത്തിൻ്റെ കീഴ്ഘടകങ്ങളെന്ന് പറയുമ്പോൾ തമിഴക വെട്രിക്കഴകം 2 വർഷങ്ങൾ മാത്രമായി നിലവിലുള്ള ഒരു രാഷ്ട്രീയ കക്ഷിയാണ്. അതുകൊണ്ട് തന്നെ ആ കീഴ്ഘടകങ്ങളെ വിജയുടെ ഫാൻസ്, ആരാധകർ, രാഷ്ട്രീയ പ്രവർത്തകരായി മാറിയ അല്ലെങ്കിൽ അണികളായി മാറിയ ഒരു പ്രക്രിയ നടന്ന ഒരു ഘടകമായി വേണം, അല്ലെങ്കിൽ ഘടകങ്ങളായി വേണം പ്രേക്ഷകർ മനസ്സിലാക്കുവാൻ. അവരാണ് ഈ പ്രചരണത്തിൻ്റെ ചുക്കാൻ പിടിച്ചത്. പ്രത്യേകിച്ച് മധുര ഭാഗത്ത് നിന്ന് ഷംസുദ്ദീനെ പോലുള്ള ഇപ്പോഴത്തെ MLA ആയ, പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും, സനാതനധർമ്മത്തെ നശിപ്പിക്കാനാണ് അല്ലെങ്കിൽ ഇല്ലാതാക്കാനാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നതെന്ന് ഈ അടുത്തിടയ്ക്ക് വിവാദപരമായൊരു പ്രസ്താവന പരസ്യമായി നടത്തിയ MLA ഷംസുദ്ദീനെ പോലുള്ളവർ ഈ ഒരു പ്രചരണം കയ്യിലെടുക്കുകയും വളരെ വിജയകരമായി ഒരു പ്രത്യേക വിഭാഗത്തിനിടയിൽ അത് പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വസ്തുത. അപ്പോഴാണ് അതിനൊക്കെ ഒരു മറുപടിയായിട്ടാണ് BJPയെ സംബന്ധിച്ച് രാഷ്ട്രീയപരമായ ഒരു അല്പം വൈകിയ വേളയിലാണെങ്കിലും, കാരണം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ വേളയിലാണെങ്കിൽ പോലും ഇത്തരത്തിലൊരു വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് BJPയുടെ ഒരു വിജയം തന്നെയാണ്. കാരണം BJPയുടെ മേൽ രാഹുൽ ഗാന്ധിയും മമതാ ബാനർജിയും തമിഴ്നാട്ടിൽ ഇത്തരത്തിലുള്ള ദുഷ്ടശക്തികളും ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ, ഞാൻ ഈ ദുഷ്ടശക്തികളെന്ന് പറയുന്നത്
BJP ഒരു രാഷ്ട്രീയ കക്ഷിയായി അനുകൂലിച്ചുകൊണ്ടല്ല. കാരണം ഇത്തരത്തിലൊരു പ്രചരണത്തിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വയംഭരണാധികാരമുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും അവശ്യ ഘടകമായൊരു സംവിധാനത്തെ അട്ടിമറിക്കുവാനുള്ള ഒരു ശ്രമം, അത് രാജ്യവിരുദ്ധ പ്രവർത്തനമായി മാത്രമേ കാണുവാൻ സാധിക്കുകയുള്ളൂ. കാരണം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കാലാകാലങ്ങളിൽ ഏത് സർക്കാർ ഭരിക്കുന്ന കാലത്താണെങ്കിലും ആ സർക്കാരിന് അനുകൂലമെന്ന് തോന്നിയേക്കാവുന്ന പല നടപടികളും കൈക്കൊണ്ടിട്ടുണ്ട്. രാജീവ് ഗാന്ധി വധിക്കപ്പെട്ട സമയത്ത് 1 മാസം ഇലക്ഷൻ മാറ്റിവെച്ച്, ആ ഇലക്ഷൻ്റെ പൊതുചട്ടങ്ങളെല്ലാം മാറ്റിവെച്ച് ഈ രാജീവ് ഗാന്ധിൻ്റെ മൃതദേഹവുമായിട്ടുള്ള വിലാപയാത്രകളും അതിൻ്റെ ഒരു അനുശോചന യോഗങ്ങളും രാജ്യമൊട്ടാകെ നടത്തുവാൻ കോൺഗ്രസ്സിന് അനുവാദം നൽകിയതും ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ്, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് നൽകിയത്. അതൊരു പൊതുമര്യാദയുടെ പുറത്ത് നൽകിയതാണ്. അതുകൊണ്ട് മാത്രം കോൺഗ്രസ്സിന് പിന്നീട് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഉണ്ടായ നേട്ടം ചില്ലറയൊന്നുമല്ല എന്ന് കരുതി അന്നാരും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മേൽ കോൺഗ്രസ്സിന് അനുകൂലമായിട്ടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു ആരോപണം ഉന്നയിച്ചിരുന്നില്ല. ഇപ്പോൾ ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ മറുവാദമായി ഇങ്ങനെയൊരു സംഭവം ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ടെന്നുള്ളതല്ലാതെ അന്നാരും ഇത് ഉയർത്തിക്കൊണ്ട് വന്നില്ല. BJP ഒട്ടും ഉയർത്തിയിരുന്നില്ല. കാരണം അതൊരു പൊതുമര്യാദയുടെ ഒരു രാഷ്ട്രീയ നേതാവ്, അതായത് എതിർ രാഷ്ട്രീയ കക്ഷിയുടെ ആണെങ്കിൽ എതിർ പാർട്ടിയുടെ ആണെങ്കിൽ പോലും ദാരുണമായി ഒരു ഭീകരവാദ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അതിനെ തുടർന്ന് സ്വാഭാവികമായി ഉണ്ടാകേണ്ട അനുശോചന യോഗങ്ങളെല്ലാം ഉണ്ടാകണം, അർഹിക്കുന്നൊരു ബഹുമതി. കാരണം ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നൊരു വ്യക്തിയാണ്. രാഷ്ട്രീയമായി എന്ത് എതിർപ്പ് നമുക്ക് ആ വ്യക്തിയോടുണ്ടെങ്കിൽ തന്നെയും ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നൊരു വ്യക്തിക്ക് അദ്ദേഹം അർഹിക്കുന്നൊരു ബഹുമാനം നൽകണമെന്നുള്ളൊരു പൊതുമര്യാദയുടെ പേരിൽ BJPയോ മറ്റേതെങ്കിലും എതിർ രാഷ്ട്രീയ കക്ഷിയോ കോൺഗ്രസിൻ്റെ എതിർ രാഷ്ട്രീയ കക്ഷിയോ ആ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധി ആയാലും മമതാ ബാനർജി ആയാലും വിജയുടെ കക്ഷിയായാലും, അത് വിജയുടെ അറിവോടുകൂടിയാണോ എന്ന് ഞാൻ തീർത്ത് പറയാത്തതിൻ്റെ കാരണം വിജയ്ക്ക് അത്രയധികം രാഷ്ട്രീയമായിട്ടുള്ളൊരു ധാരണയുണ്ടോ എന്നുള്ളൊരു സംശയം എന്നിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ വിജയുടെ ഒപ്പം നിൽക്കുന്ന ആളുകൾ അത്ര മോശക്കാരല്ല എന്നുള്ളൊരു ധാരണയും എനിക്കിപ്പോൾ നല്ല വ്യക്തമായി തന്നെയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, തമിഴക വെട്രിക്കഴകത്തിൻ്റെ ഒരു ഘടകം കൃത്യമായി ഇത് ആസൂത്രണം ചെയ്ത് ഈ ഒരു വ്യാജ പ്രചരണം നടപ്പാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവരെ ദുഷ്ടശക്തികളെന്ന് വിളിച്ചത്. ആ ദുഷ്ടശക്തികൾക്കും രാഹുൽ ഗാന്ധിക്കും മമതാ ബാനർജിക്കുമുള്ള മറുപടിയാണ് SIRലൂടെ ഇപ്പോൾ SIRനെ സാധൂകരിച്ചതിലൂടെ സുപ്രീം കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മറ്റൊരു വശവും കൂടി പറഞ്ഞൊന്ന് അവസാനിപ്പിക്കാം. ഈ SIR പോലുള്ളൊരു പ്രക്രിയ പൗരത്വത്തെ ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ പൗരത്വത്തിനെ അത് ബാധിക്കണമെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം. കാരണം വോട്ടർ പട്ടികയിൽ ഇടം നേടാത്തൊരു വ്യക്തി അടുത്ത ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെയോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെയോ പൗരത്വം പരിശോധിക്കപ്പെടണം. കാരണം ഭാരതം 140 കോടി ജനങ്ങൾക്ക് മേൽ ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ്. ഈ രാജ്യത്ത് അനധികൃതമായി കുടിയേറി ഇവിടുത്തെ ആനുകൂല്യങ്ങളും പറ്റി ഇവിടുത്തെ ഒരു വസ്തുവകകളും അനുഭവിച്ച് അല്ലെങ്കിൽ ഇവിടുത്തെ വിഭവങ്ങളിൽ പങ്കുപറ്റി ജീവിക്കുന്ന അനധികൃത കുടിയേറ്റക്കാർ ഏതാണ്ട് 5 കോടിക്ക് മേൽ വരുമെന്നുള്ളതാണ് അനൗദ്യോഗികമായ കണക്ക്. പലപ്പോഴും അത് ഒരു പാതി ഔദ്യോഗികമായി തന്നെ അമിത്ഷായെ പോലുള്ളവരത് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള അനധികൃത കുടിയേറ്റക്കാർക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി മമതാ ബാനർജിയെ പോലുള്ളവരോ സ്റ്റാലിനെ പോലുള്ളവരോ അല്ലെങ്കിൽ ഇവിടെ പിണറായി വിജയനെ പോലുള്ളവരോ ആധാർ കാർഡും കേരളത്തിലെ നേറ്റിവിറ്റി കാർഡെന്നൊരു പദ്ധതി കൊണ്ടുവരാനുള്ളൊരു ഉദ്ദേശം അല്ലെങ്കിൽ ഒരു നടപടി പിണറായി വിജയൻ കൈക്കൊള്ളുമെന്ന് പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു നടപടി എടുക്കുക. അതിൻ്റെയൊന്നും സാധുത അല്ല ഞാനിവിടെ പരിശോധിക്കുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചല്ല നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഇത്തരത്തിലുള്ളൊരു പ്രക്രിയയിൽ കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ തന്നെ അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിൽ തന്നെ ഇവർക്കൊക്കെ ഒരു ആവാസ വ്യവസ്ഥ ഒരുക്കി കൊടുക്കുന്ന നടപടി ഏത് രാഷ്ട്രീയക്കാരനെടുത്താലും അത് രാജ്യദ്രോഹം അല്ലാതെ മറ്റൊന്നുമല്ല. കാരണം നമ്മുടെ പരമ്പരകൾ അല്ലെങ്കിൽ ഞാനും നിങ്ങളും നമ്മുടെ വരും തലമുറകളും അനുഭവിക്കേണ്ട വിഭവങ്ങളിൽ പങ്കുപറ്റാനാണ് ഈ അനധികൃത കുടിയേറ്റക്കാർ വരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ല എന്നുള്ളൊരു സ്ഥിതി ഉണ്ടായാൽ അടുത്ത ഘട്ടമായിട്ട് അവരുടെ പൗരത്വം പരിശോധിക്കപ്പെടുക തന്നെ വേണം. ബംഗാളിലും ആസാമിലും യഥാക്രമം സുവേന്ദു അധികാരിയും ഹിമന്ത് ബിസ്വ ശർമ്മയും അത് ചെയ്യുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് വിശദമായിട്ട്, കാരണം ഈ ആവാസ ഘടനയെ സംബന്ധിച്ച് വളരെ വിശദമായിട്ട് തന്നെ നമുക്കൊന്ന് സംസാരിക്കേണ്ടതുണ്ട്. കാരണം ആ വിഷയം ഇപ്പോൾ വീണ്ടും ഉപരിതലത്തിലേക്ക്, അതായത് രാഷ്ട്രീയത്തിൻ്റെ ഉപരിതലത്തിലേക്ക് ഉയർന്നു വന്നിരിക്കുകയാണ്. രാഷ്ട്രം അതിന് തക്കതായ നടപടികൾ കൈക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെ സംബന്ധിച്ച് മറ്റൊരു വീഡിയോയിൽ വിശദമായി പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാം. എന്തായാലും SIR സംബന്ധിച്ച് അടിസ്ഥാനപരമായി രാഹുൽ ഗാന്ധി ആയാലും
മമതാ ബാനർജി ആയാലും തമിഴക വെട്ടിക്കഴകത്തിൻ്റെയും DMK-യുടെയും തൽപര കക്ഷികളായാലും ആ ദുഷ്ടശക്തികളായാലും അവരുടെ എല്ലാം മുഖത്ത് അടിച്ചതുപോലെയാണ് സുപ്രീം കോടതിയുടെ ഈ കഴിഞ്ഞ ദിവസം വന്ന വിധി പ്രത്യക്ഷമായി നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്നത്. ഈ SIR-നെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം, ഇതിനെന്താണ്, ഒരു മാനുഷിക പരിഗണന നൽകണമോ അതോ കൃത്യമായിട്ട് തന്നെ ഭാരതത്തിലെ യഥാർത്ഥ പൗരന്മാരുടെ സുരക്ഷയും ഭാവിയും മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരത്തിലുള്ള നടപടികളുമായി സധൈര്യം മുന്നോട്ട് പോകുന്നതാണോ നല്ലത്? എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായും കമൻറ്റുകളിലൂടെ അറിയിക്കുക. സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.